ശബരിമലയിലെ തിരക്കിൽ വിമർശനവുമായി ഹൈക്കോടതി. പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു. വിഷയത്തിൽ ഏകോപനമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു. 90,000 പേരെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകിയത്. തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എന്തൊക്കെയാണ് കോടതിയുടെ വിമർശനങ്ങൾ? എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? 21/2025 SSRൽ നേരത്തെ തന്നെ ശബരിമല മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നടത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹർജിയാണ് കോടതിയുടെ സുവമോട്ടോ പ്രൊസീഡിംഗ്സ് ആണ്. ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടന്ന ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്ക് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, ഈ ചോദ്യങ്ങൾ തന്നെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം കോടതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് അഭിഭാഷകനോട്, സ്റ്റാൻഡിംഗ് കൌൺസിലിനോട് കോടതി ചോദിക്കുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരക്ക് അത് ശാസ്ത്രീയമായി മാനേജ്മെന്റ് നടത്താത്തതിന്റെ, ശാസ്ത്രീയമായി അക്കാര്യം മാനേജ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ക്രൗഡ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് കുറെ കൂടി ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അവിടെ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നതിനനുസരിച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അത് നിയന്ത്രിക്കണമായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത്. പോലീസുകാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കാര്യമില്ല, അവരെ ആശ്രയിക്കുന്നതിനകത്തൊരു പരിമിതിയുണ്ട്. കാര്യം 18ാം പടിയിൽ തന്നെ പല ആളുകളെ ഇങ്ങനെ വലിച്ചു മുകളിലേക്ക് കയറ്റുന്ന സാഹചര്യമുണ്ട്. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ചില ഭക്തർക്ക് അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും, ചില ആളുകൾ ആ ഫ്ലോയിൽ അങ്ങ് കയറിപ്പോകും. അത് പക്ഷേ അത് മാത്രം പോരാ. പമ്പ, നിലക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സെക്ടറുകളായി തിരിച്ച് അവിടേക്ക് ഭക്തർ വരുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുന്ന രൂപത്തിൽ മുകളിലേക്ക് ആളുകളെ കയറ്റിവിടണം. 90,000 ആളുകൾ അവിടെ വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ആളുകളെ ഇങ്ങനെ തിരക്കി അവിടെ കൊണ്ടുവന്ന് അടുക്കി നിർത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഭക്തരെന്തായാലും അവിടെ വരും. പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നത് സ്പോട്ട് ബുക്കിംഗും കഴിഞ്ഞ് കുറെ അധികം 10,000-10,000-ലധികം ആളുകൾ ശബരിമലയിലേക്ക് വരുന്നു. സ്വാഭാവികമായും ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നം നേരത്തെ ഈ ജയകുമാർ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതാണ് ദേവസ്വം ബോർഡിന്റെ കൗൺസിലും ഇത് കോടതിയിൽ വിശദീകരിച്ചത്. എന്തായാലും ആ വിഷയത്തിൽ അങ്ങനെയുള്ള ഒരു സമീപനം ശരിയല്ല. ശാസ്ത്രീയമായ കുറെ കൂടി സെക്ടറുകൾ തിരിച്ച് കൃത്യമായി തന്നെ ഭക്തരെ നിയന്ത്രിക്കാനും തിരക്ക് നിയന്ത്രിച്ച ആളുകളെ കയറ്റിവിടാനുമുള്ള ഒരു നീക്കം ഉണ്ടാകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആളുകളെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ അതിന്റെ കോൺസിക്വൻസ് വലുതായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി. ദേവസ്വം പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചെറിയ വീഴ്ചകൾ ഉണ്ടായി, അതായത് അത് നടപ്പിലാക്കുന്നതിൽ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷേ നടപ്പിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അതായിരിക്കും കോടതിയെയും ബോധ്യപ്പെടുത്തുക എന്ന് മനസ്സിലാക്കുന്നു.